നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. കേരളം വളരെ ആകാംക്ഷയോടെ നോക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാം എഫ്ഐആറിലെ മുൻകൂർ ജാമ്യ ഹർജി 3 ദിവസങ്ങൾക്ക് ശേഷം, വാദം കേട്ട് 3 ദിവസത്തിന് ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. ആ വിധി പകർപ്പ് ഇന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കുമൊക്കെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ആ പരാതി പൂർണ്ണമായും കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ വിധിപ്പകർപ്പിൽ കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന രണ്ടാം പരാതി പൂർണ്ണമായും ഒരു വ്യാജ പരാതിയായിരുന്നോ എന്ന് പോലും സംശയിക്കും. ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഈ വിധിന്യായത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാധ്യമ പൊതുസമൂഹത്തിനുമൊക്കെ ഉണ്ട്. എന്നിരിക്കലും കോടതി ഉയർത്തിയ ഈ സംശയങ്ങൾ അർത്ഥവത്തല്ലേ? സുമന, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഈ സ്ത്രീപീഡന ആരോപണങ്ങൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണങ്ങളിലൊക്കെ ഉള്ള അഹങ്കാരം, താൻ പ്രമാണിത്തതൊക്കെ ഞാൻ വളരെ നേരത്തെ തന്നെ ഉയർത്തി കാണിച്ചിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ഈ സ്ത്രീപീഡന പരാതികളിൽ പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടം അതിൽ നിന്ന് വിമുക്തനാണ് എന്ന് വിശ്വസിക്കുന്നും ഇല്ല ഞാൻ ഇപ്പോഴും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന 2 പരാതികൾ ഈഴകീറി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, അത് ദുരുദ്ദേശത്തോടുകൂടി ദുരുപദിഷ്ടിതമായി അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി CPM പടച്ചുവിട്ട, കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആരോപണങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന് തീർത്ത് പറയാൻ കഴിയുമോ? കാരണം രണ്ടാം പരാതി KPCC കൊടുത്തതല്ലേ എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. KPCC പോലീസിൽ കൊടുത്ത പരാതിയല്ലേ എന്നാണ്. അതായത് 2 പരാതികളാണല്ലോ വന്നത്. അതിൽ ആദ്യത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചു. ആ മുൻകൂർ ജാമ്യം നിഷേധിച്ച അതേ ജഡ്ജി തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നത്, നസീർ IS. അപ്പോൾ ആദ്യത്തെ മുൻകൂർ ജാമ്യം നിഷേധിച്ച വിധിന്യായം ഞാൻ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അതും പരമ ദുർബലമാണ്. അതിൽ തന്നെ ബലാത്സംഗം കാണുന്നില്ല. ഗർഭഛിദ്രം എന്ന് പറയുന്നത് തന്നെ വളരെ ദുർബലമായിട്ടുള്ള ഒരു ടെലിഫോൺ സംഭാഷണത്തിന്റെ പേരിലാണ് അവർ അന്നത് നിഷേധിച്ചത്. പക്ഷേ ഈ രണ്ടാമത്തെ പരാതി ഇന്ന് ജോബി ജോസഫ് ഒരു ജാമ്യ ഹർജി ഇതേ സെഷൻസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോബി ജോസഫ് പറയുന്നത്, യുവതി തന്നോട് ഗർഭഛിദ്രത്തിന് വേണ്ടിയുള്ള മരുന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ തനിക്ക് അയച്ചു തന്നു. ആ ചാറ്റ് വിശദാംശങ്ങളും യുവതി താനുമായി നടത്തിയ ആശയവിനിമയത്തിൻ്റെ തെളിവുകളും ഇന്ന് കോടതിക്ക് കൈമാറിയെന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു. അത് ആദ്യത്തെ ഇതിലാണ്. രണ്ടാമത്തെ വിധിന്യായമാണ് നമ്മുടെ കയ്യിലുള്ളത്, 21 പേജിന്റെ വിധിന്യായം. ആ വിധിന്യായത്തിൽ പ്രധാനമായും അതിനാസ്പദമായിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടുന്നതിന്റെ തൊട്ടു തലേന്ന് KPCC പ്രസിഡന്റിന് ഒരു മെയിൽ കിട്ടും. ഒരു 23 എന്ന് അവകാശപ്പെട്ടുകൊണ്ടൊരു മെയിൽ. ഒരു നട്ടുച്ചയ്ക്കാണ്, 12 മണിക്കാണ് ആണ് കിട്ടുന്നത്. അത് ആ മെയിൽ വന്ന് ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ ഐഡിയിലാണ്. അപ്പം ആ മെയിൽ KPCC പ്രസിഡന്റിന് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ മെയിൽ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. മാധ്യമങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് അത് KPCC പ്രസിഡന്റ് കൈവശം കിട്ടുന്നത്. മാധ്യമങ്ങൾ കുറച്ചു കാലമായി, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കൊടുലൂത്തുകാരായതുകൊണ്ട് അവർ ഇത് കിട്ടിയ പാതി ഓലിയറി ഗുരുതരമായിട്ടുള്ള ആരോപണം, അത് ഇത് മറ്റത് മറിച്ചത്, എന്നെ റേപ്പ് ചെയ്തു, നീചം, നികൃഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങി. അവരിപ്പോൾ കുറച്ചു കാലമായിട്ട് ആ ഒരു കൊടുലൂത്തുകാരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ അതിൽ ഒരു മാധ്യമം, ഞാൻ പറഞ്ഞത് ആ ആരോപണം ഗുരുതരമാണ് എന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് പറയാം. പക്ഷെ അത് പറയുമ്പോഴും എവിടെയെങ്കിലും തങ്ങളുടെ വാർത്തകളുടെ ഏറ്റവും അവസാനത്തെ 2 വാചകങ്ങളെങ്കിലും ആയിട്ടെങ്കിലും ഇത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണിത് വന്നത് എന്നുള്ള വിഷയമോ, അല്ലെങ്കിൽ ഇത് പോലീസിനല്ല കൊടുത്തത് KPCC പ്രസിഡന്റാണ് കൊടുത്തതെന്നുള്ള 2 വാചകമെങ്കിലും പോലും ഒരു ദൃശ്യമാധ്യമം കൊടുത്തില്ല എന്നുള്ളത് ഏറ്റവും ഏകപക്ഷീയവും നീചവും നികൃഷ്ടമായി പോയി. അവിടെ നിൽക്കട്ടെ, അത് വന്നു. അതിനെ തുറന്നിട്ടാണ് ഇത് മുൻകൂർ ജാമ്യാപേക്ഷയായി സെഷൻസ് കോടതിയുടെ മുന്നിൽ എത്തുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് IPC 376, അതായത് ബലാത്സംഗം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ, ഇപ്പോൾ മൊഴികളായിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ അതിഭീകരമാണ്. അതെല്ലാം പുറത്തു വരികയാണ്.
അതായത് 2023 രാഹുൽ മാങ്കൂട്ടം ഈ സ്ത്രീയെ ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ഐ വോണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞ് ചാടി, ഈ സിംഹം ചാടി വീഴുന്നത് പോലെ ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ചാടി വീണിട്ട് ഒന്നിലധികം തവണ അവരെ അതിക്രൂരമായി റേപ്പ് ചെയ്തു. ശ്വാസം നിലയ്ക്കുന്ന ഘട്ടത്തിൽ എത്തിയിട്ട് നിർത്തിയില്ല എന്ന് മാത്രമല്ല ശരീരമാസകലം ദേഹമാസകലം പരിക്ക്. അതെ. അപ്പൊ സ്വാഭാവികമായും അങ്ങനൊരു ബലാത്സംഗം നടന്നത് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഞെട്ടലായി പോകും. കാരണം ചെല്ലുന്നു, ചാടി വീഴുന്നു, ഐ വാണ്ട് ടു റേപ്പ് ചെയ്യൂ എന്ന് പറയുന്നു, എനിക്ക് നിങ്ങളൊരു കുട്ടി വേണമെന്ന് പറയുന്നു, നിരന്തരം റേപ്പ് ചെയ്യുന്നു, അവരുടെ ശ്വാസം പോകുന്നു, അവരുടെ ദേഹമാസകലം പരിക്ക് പറ്റുന്നു എന്നൊക്കെ പറയുമ്പം ഉണ്ടാകുന്നൊരവസ്ഥ, ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഞെട്ടലുണ്ടാകും. സ്വാഭാവികമായും അങ്ങനെ ഒന്ന് നടന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താ തോന്നുന്നത്? ഒരു പുരുഷനൊരു സ്ത്രീയെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അത്രയും കൂടുതൽ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് പിറ്റേന്നെങ്കിലും ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കേണ്ട സേവനം നമ്മൾ അന്ന് തന്നെ കൊടുക്കേണ്ടതാണ്. അന്ന് കൊടുത്തില്ലെങ്കിൽ തൊട്ട് പിറ്റേ ദിവസമെങ്കിലും കൊടുക്കണ്ടേ? അങ്ങ് ശ്രദ്ധിച്ചല്ലോ, അതിൽ കോടതിയുടെ ഒരു ശ്രദ്ധേയ നിരീക്ഷണം, ഇത്രയധികം പരിക്ക് പറ്റിയിട്ടും എന്തുകൊണ്ട് വൈദ്യസഹായം തേടിയില്ല? ഞാൻ അതിനകത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ആ വനിതയാണ് 2 വർഷം കഴിഞ്ഞിട്ട് KPCC അധ്യക്ഷൻ കൊടുക്കും. KPCC അധ്യക്ഷന് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് മാധ്യമങ്ങൾക്കും കൊടുക്കുകയാണ്. അതെ, അതാണ് അതിലെ മറ്റൊരു മനസ്സിലായില്ലേ? 2/12 KPCC പ്രസിഡന്റിന് കൊടുക്കും. KPCC പ്രസിഡന്റ് 2/12 തന്നെ അത് DGPക്ക് കൈമാറുന്നു. 3/12 FIR ഇടുന്നു. തൊട്ട് പിറ്റേ ദിവസം തന്നെ FIR ഇടുന്നു. അതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ട, ഒരു 10-26 വയസ്സുകാരനായിട്ടുള്ള ഒരു ഭീകരനായിട്ടുള്ള ഒരു ലൈംഗിക രോഗി PT കുഞ്ഞുമുഹമ്മദ്, അയാൾക്കെതിരെ ഒരു ആരോപണം ഡിസംബർ 27 വന്നിട്ട്, അല്ല നവംബർ 27 വന്നിട്ട് ഡിസംബർ 10 മനസ്സിലായി. ആ സ്ഥാനത്താണ് ഈ ഊരും പേരും ഇല്ലാത്ത വാലും തുമ്പും ഇല്ലാത്ത ഒരു കത്ത് കിട്ടുമ്പോൾ അപ്പം തന്നെ FIR ഇടുന്നു. 7-ാം തീയതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നു. വിജൃംഭിതനായി തന്റെ അടുക്കൽ വന്ന കുഞ്ഞുമുഹമ്മദിന്റെ ഒരു പരാതിയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ 13 ദിവസം ഇരുന്നത്. അതിരുന്നപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പണി ചെയ്യുന്നത്. അവിടെ 76 വയസ്സെന്നുള്ളൊരു പ്രായത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടത്. അതെ. അതായത് സത്യത്തില് ഈ ആളുകളൊക്കെ CPM ചേരുന്നതിന്റെ കാരണം 76 വയസ്സായാലും നിങ്ങൾക്കിത് ചെയ്യാം, മനസ്സിലായി, ചെയ്തിട്ട് നിങ്ങൾക്ക് അൺസ്കേജ്ഡായിട്ട് രക്ഷപ്പെടാം. വേറെ എവിടെ കിട്ടും ഇങ്ങനൊരു അവസരം? അപ്പം ഈ പാർട്ടി വളരുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ചെറുത് ഒരൊറ്റ കാര്യം മാത്രമേ പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ രാഹുൽ മാങ്കൂട്ടം സ്ത്രീ ലംബടനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഈ 76 വയസ്സുകാരൻ്റെ ഇതുള്ളത്. ഇനി ഇയാളുടെ ഓഫീസിൽ, ഇയാളുടെ തൊട്ടപ്പുറത്തെ മുറിയിലിരിക്കുന്ന ആൾ ഏറ്റവും വലിയ സ്ത്രീ ലംബടനം, സ്ത്രീ പീഡകനാണെന്നും പറഞ്ഞ് 2010 പുറത്താക്കിയവനാണ്. അവനെ മുറിയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ, ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് നിവൃത്തിയില്ല, ഇയാളെ നമുക്ക് താങ്ങാതെ, ഇപ്പോൾ മെയ് 2026 മെയ് വരെ ഇയാളെ താങ്ങാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നമ്മൾ താങ്ങുന്നു, അത്രേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ വിഷയത്തിൽ ഇത് കോടതിയിലെത്തി 2 ദിവസം വലിയ വാദങ്ങൾ നടക്കുന്നു. കോടതി പറയുന്നു ഇത് ബലാത്സംഗം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ആരോപണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7-ാം തീയതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കുന്നു. ആദ്യമായി കോടതി പറയുന്നത് ഈ കുറ്റം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. പെറ്റീഷണർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഒഫൻസ് അലജ്ഡ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ ഈസ് ഗ്രേവ്, വളരെ ഗുരുതരമായിട്ടുള്ള സാധനമാണ്. എന്നിട്ട് അവർ പറയുന്നു 2/12/2025 KPCC പ്രസിഡന്റിന് കത്ത് കൊടുക്കുന്നത്. എന്നാൽ സംഭവം നടന്നത് 2023 സെപ്റ്റംബറിലാണ് എന്നുള്ളത് അവർ പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു there is considerable delay in giving the complaint and setting the law in motion. അതായത് പരാതി കൊടുക്കുന്നതിലും നിയമ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിലും താമസം ഉണ്ടായിരിക്കും. എന്നിട്ട് അവർ പൊരുത്തക്കേടുകളിലേക്ക് 4 പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അതിൽ ആദ്യത്തെ പൊരുത്തക്കേട് എന്താണ്? ആദ്യത്തെ പൊരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഈ ഇര പരാതിയിൽ പറഞ്ഞത് തനിക്ക് പരസ്യമായി പരാതിയുമായി വരാൻ കഴിയാതിരുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് തൻ്റെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നും തൻ്റെ ഭാവി നശിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് താൻ പുറത്തു വരാതിരുന്നത് എന്നാണ് KPCC പ്രസിഡന്റ് കൊടുത്ത പരാതി. അതായത് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ കംപ്ലൈന്റ് ദാറ്റ് ദ സർവൈവർ വാസ് അൺഎബിൾ ടു കം ഫോർവേഡ് പബ്ലിക്കലി ഓൺ ഫിയർ ഓഫ് ഹർ പ്രൈവസി ബീങ് വയലേറ്റഡ് ആൻഡ് ഹർ ഫ്യൂച്ചർ ബീങ് ഡെലിബറേറ്റ്ലി ടാർഗറ്റഡ്. ഇതാണ് പരാതി. ഹൗഎവർ പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നത് എന്താണ്? ഷീ വാസ് അണ്ടർ ദ ബിലീഫ് ദാറ്റ് ദ പെറ്റീഷണർ വുഡ് മാരി ഹർ. തന്നെ വിവാഹം കഴിക്കാം എന്നുള്ള താല്പര്യത്തിന് പുറത്താണ് താനിത് പറയാറുള്ളത്. അപ്പം അതാണ് ആദ്യത്തെ
പൊരുത്തക്കേട് ജഡ്ജി ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിയിലൊന്ന്, മൊഴിയിൽ ഒന്ന്. എന്നിട്ട് അവർ പറയുന്നു പിന്നെ പരാതിക്കാരി പരാതി കൊടുക്കാൻ താമസിച്ചു എന്നുള്ളത് വലിയ കുറ്റമല്ല, പരാതിക്കാരിക്ക് പല അപ്പം എന്നിട്ടൊരു സുപ്രീം കോടതി വിധിയും പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് 1996. അതിൽ പറയുന്നുണ്ട് പ്രോസിക്യൂട്ടറീസിന് വേണമെങ്കിൽ താമസിച്ച് കൊടുക്കും. പക്ഷേ ഈ കേസിൽ അതാണ്, however in this case different versions are given for not giving a complaint and the length of delay runs to almost 2 years. പരാതിയിലും മൊഴിയിലും വ്യത്യസ്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല 2 വർഷത്തെ കാലതാമസം ഇതിനകത്ത് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്താ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പരിഗണിക്കുകയും നീണ്ട ഒരു കാലതാമസവും ഫോഴ്സ് ദിസ് കോർട്ട് ടു ടേക്ക് എ സ്കെപ്റ്റിക്കൽ വ്യൂ ഇൻ ദ അലിഗേഷൻസ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ. സംശയാസ്പദം. യെസ്, ഈ മനസ്സിലായി. ഈ പരാതിയെ കുറിച്ചിട്ട് സംശയത്തോടുകൂടി തന്നെ കാണാൻ കോടതിയെ നിർബന്ധിതരാകും. എന്നിട്ട് ആദ്യത്തെ പൊരുത്തക്കേട്. രണ്ടാമത്തെ പൊരുത്തക്കേട് എന്താ അവർ പറയുന്നത്? രണ്ടാമത്തെ പൊരുത്തക്കേട് എന്ന് പറയുന്നത് കോടതിയുടെ മുന്നിൽ കിട്ടിയ രേഖകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ പരാതിക്കാരിയെ അതിക്രൂരമായി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദേഹവാസകരം പരിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ബലാത്സംഗം നടന്നതിന് ശേഷവും പരാതിക്കാരി എന്ത് ചെയ്യുന്നു? പരാതിക്കാരി സ്വമേധയാ അവരുടെ ഭാവി പദ്ധതികൾ രാഹുൽ മാങ്കൂട്ടായിട്ട് ചർച്ച ചെയ്യുന്നു. ഇന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. എന്നുവെച്ചാൽ പുലിയെ പോലെ ചാടി വീണിട്ട് ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യുന്നു, ശ്വാസം മുട്ടിക്കുന്നു, ദേഹമാസകലം പരിക്കുകളും മുറിവുകളും ഉണ്ടാവും. ഇതെല്ലാം നടന്നതിന് ശേഷവും അവർ തമ്മിൽ ഭാവി ചർച്ച ചെയ്യുന്നു. എന്നിട്ട് പരാതിക്കാരി ഇര എന്ത് പറയുന്നു? എന്നെ വിവാഹം കഴിക്കാമോ എന്നുള്ള വാഗ്ദാനം ഇനിയും നടത്താമോ? ദ വിക്ടിം ഹാഡ് ആസ്ക്ഡ് ദ പെറ്റീഷണർ ടു റീഅഫേം ഹിസ് കമ്മിറ്റ്മെന്റ് ടു മാരേജ്. എന്നുവെച്ചാൽ വിവാഹം കഴിക്കാമോ എന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നു. അപ്പം എന്നിട്ട് എന്ത് പറയുന്നു? എന്നാൽ പോലീസ് കൊടുത്ത പരാതിയിൽ എന്ത് പറയുന്നു? ദ വെർഷൻ ഇസ് ഡിഫറന്റ് and it is stated that the topic of marriage proposal was deferred to be talked at some other point of time. ബലാത്സംഗത്തിന് മുൻപ് എന്നുള്ള തലത്തിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത് എന്നാണ് പോലീസിന് കൊടുക്കുന്ന പരാതി. എന്നാൽ KPC പ്രസിഡന്റ് കൊടുത്ത പരാതിയിൽ എന്താ പറയുന്നത്? ബലാത്സംഗത്തിന് ശേഷവും അവരുടെ ഭാവി പരിപാടികളും ഒക്കെ അവർ ചർച്ച ചെയ്യുന്നു, വിവാഹ വാഗ്ദാനം നൽകാമെന്നൊക്കെ ചോദിക്കുന്നു. രണ്ടാമത്തെ പൊരുത്തക്കേട്. മൂന്നാമത്തെ പൊരുത്തക്കേടെന്ന് പറയുന്നത് പരാതിക്കകത്ത് അവർ പറയുന്നത് വീട്ടിലെത്തിയതിന് ശേഷം തനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇൻ ദ കംപ്ലൈന്റ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ആഫ്റ്റർ റീച്ചിങ് ഹോം ദ സർവൈവർ ഹാഡ് ടു ടേക്ക് മെഡിക്കേഷൻ ഫോർ ദ ബ്രൂയിസസ് ഇൻഫ്ലിക്റ്റഡ് ബൈ ദി പെൺചായാൾ നുള്ളുകയൊക്കെ ചെയ്തല്ലോ, മുറിവൊക്കെ ഉണ്ട്, അതിൽ മരുന്ന് കഴിക്കും. ബട്ട് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ടു ദ പോലീസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ഷി ഹാഡ് നോട്ട് അവൈൽഡ് ട്രീറ്റ്മെന്റ് തിങ്കിങ് ദാറ്റ് ഹെർ ഫാമിലി വുഡ് നോ ദ സെയിം. കുടുംബം അറിയുമെന്ന് വിചാരിച്ച്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ പൊരുത്തക്കേട്. നാലാമത്തെ പൊരുത്തക്കേട് എന്താണ്? നാലാമത്തെ പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളൊക്കെ കോടതിയിൽ കൊണ്ടുവന്നത്. അതിൽ പല വാട്സാപ്പ് ചാറ്റുകളും മായ്ച്ചിരുന്നു. ഇൻ ദാറ്റ് സം ഓഫ് ദ ചാറ്റ്സ് വർ മാസ്ക്ഡ്. എ പെറൂസൽ ഓഫ് ദി സെയിം പ്രൈമാ ഫേസി ഷോസ് ദാറ്റ്. അത് പരിശോധിച്ചപ്പോൾ പ്രഥമ തെറ്റിയാണ് കണ്ടത്. there are contacts between the petitioner and the victim even after the alleged incident. അതായത് ബലാത്സംഗത്തിന് ശേഷവും അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. and there is conversation regarding the nature of relationship like a love relationship or a non-committal relationship. അതായത് തങ്ങളുടെ ബലാത്സംഗം ചെയ്തതിന് ശേഷവും നമുക്ക് പ്രേമത്തിൽ വേണമെങ്കിൽ കഴിയാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വം ഇല്ലാത്ത ബന്ധമുണ്ടല്ലോ, അതിൽ കഴിയാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി എന്താ പറയുന്നത്? there is nothing in the records produced by the prosecution which shows the allegation against the petitioner. എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ കൊടുത്ത വിവരങ്ങളിൽ ഒരു ചുക്കും ഇല്ല, ഒരു ചുണ്ണാമ്പും ഇല്ല എന്നാണ് കോടതി പറയുന്നത്. ഒന്നുമില്ല, there is nothing എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചുക്കും ചില്ല ചുണ്ണാമ്പില്ല എന്നുള്ളത്, there is nothing. എന്നിട്ട് അവർ പറയുന്നു കൺസിഡറിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കേസിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് പ്രോസിക്യൂഷൻ നൽകിയ കേസിന്റെ പശ്ചാത്തലം പരിശോധിച്ചു, ഇറ്റ് അപ്പിയർസ് ദാറ്റ് there is no prima facie material to show the alleged offense. പ്രഥമ ഇഷ്ടമൊന്നുമില്ല. whether the sexual intercourse was without the consent or against the will is a matter of evidence. അത് അവരുടെ അനുവാദത്തോടെയാണ് ഇല്ല എന്നുള്ളതൊക്കെ അത് തെളിവുകൾ പരിശോധിക്കുമ്പോഴത്തേക്ക് വന്നോട്ടെ. The role of the petition, the alleged offense can only be determined on merits. ബലാത്സംഗം നിലനിൽക്കത്തേയില്ല എന്ന് മാത്രമല്ല, അവസാനം പറയുന്ന വാക്കെന്താ? അവസാനം പറയുന്ന വാക്ക് ഈ പരാതിക്കാരനെ ഈ കുറ്റം അയാളുടെ മേൽ നമ്മൾ ചുമത്തിയാൽ അത്
ഇറ്റ് വിൽ ബി എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പരിഹാസമായി നീതി നിഷേധം. ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്നാൽ നീതി നിഷേധം എന്നാണ് അർത്ഥം. അല്ല, നീതിയെ പരിഹസിക്കുന്ന അല്ലേ? ട്രാവസ്റ്റി എന്ന് പറഞ്ഞാൽ നീതി നിഷേധം എന്ന് പറഞ്ഞാൽ. അപ്പം കോടതിയുടെ മുമ്പിൽ വന്ന രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ട് 4 ഗുരുതരമായ പൊരുത്തക്കേടുകളും കണ്ടുപിടിച്ച കോടതി അവസാനം പറയുന്നത് ഇയാളുടെ മേൽ ഈ കുറ്റം ചുമത്തിയാൽ അത് നീതി നിഷേധമായിരിക്കും. അതുകൊണ്ട് അതുകൊണ്ട് ഇത് മുൻകൂർ ജാമ്യം കൊടുക്കേണ്ടതാണ് എന്നാണ് കോടതി പറഞ്ഞത്. ഇതൊരു ഭയാനക വിധിയാണ്. പക്ഷെ മാധ്യമങ്ങൾ ഇതിൻ്റെതായ തലത്തിലെടുക്കുന്നില്ല, ഇതിൻ്റെതായ ഗൗരവം കൊടുത്ത് ചർച്ച ചെയ്യുന്നില്ല. കോടതി ജാമ്യം അനുവദിച്ചു എന്ന ഒറ്റ വരിയിൽ എല്ലാവരും ഒതുക്കുന്നു. സോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളെ നമ്മൾ കാണുന്നത്. കാരണം ഞാനൊക്കെ VS അച്യുതാനന്ദൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അന്ന് ദൃശ്യമാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ 2001-2002. പക്ഷെ എത്ര സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അല്ല, ഇത് വേട്ടയാടി വീഴ്ത്താൻ തീരുമാനിച്ചു. അപ്പൊ വേട്ടയാടി ഇര വീഴുന്നത് വരെ ആ വേട്ട തുടർന്നുകൊണ്ട്. അപ്പൊ പോയിന്റ് എന്താണ്? പോയിന്റ് വേട്ടയാടി വീഴ്ത്താൻ തീരുമാനിച്ചു, വീഴുന്നത് വരെ അത് ചെയ്തു. അവിടെ വേട്ടയാടി വീഴ്ത്താൻ ആരാണ് തീരുമാനിച്ചത്? വേട്ടയാടി വീഴ്ത്താൻ തീരുമാനിച്ചത് ഭരണകൂടമാണ്. ഭരണകൂടം വേട്ടയാടി വീഴ്ത്താൻ തീരുമാനിക്കുന്നു. വേട്ടയാടി വീഴ്ത്തുന്നത് ആര്? ദൃശ്യമാധ്യമങ്ങൾ. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റില്. അപ്പൊ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഭരണകൂടം തീരുമാനിക്കുന്നത് ഒരു കൂട്ടം ദൃശ്യമാധ്യമങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തീർച്ചയായും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ ആയിരുന്നോ? കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എല്ലാ കാലത്തും പ്രതിപക്ഷത്തായിരുന്നില്ലേ സുവിമാൻ? ഇപ്പോൾ 2000 കാലഘട്ടത്തിൽ ഞാൻ VS അച്യുതാനന്ദൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ VS അച്യുതാനന്ദൻ്റെ അന്ന് ഉള്ള ജനകീയ ഇടപെടലുകൾക്കെല്ലാം പരിപൂർണ്ണ പിന്തുണ നൽകി പോകുന്നത് അന്നത്തെ ദൃശ്യമാധ്യമങ്ങളല്ലായിരുന്നു. ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളുടെ അവസ്ഥ എന്താ? ഭരണകൂടം തീരുമാനിക്കുന്നു, ദൃശ്യമാധ്യമങ്ങൾ നടപ്പിലാക്കും. ഇപ്പം ഞാൻ ഇന്നലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഈ ദൃശ്യമാധ്യമങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് ചോദിക്കുന്നത് എത്ര നീചവും നികൃഷ്ടമാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ ഞാൻ പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു. എത്ര അച്ചടക്കത്തോടുകൂടി വാലും ചുരുട്ടി നിന്നുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ചോദ്യങ്ങളില്ല. മനസ്സിലായി? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഞാനൊക്കെ VSന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴത്തേക്കും അന്ന് ദൃശ്യമാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കോടതി പോലും വലിച്ചെറിഞ്ഞ ഇത്തരമൊരു പരാതി എന്തിന് KPCC പ്രസിഡന്റ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി? സോമൻ, ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഗതികേട്. ഊരും പേരുമില്ല. സോമൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 2 ആഴ്ച കാലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമായിരുന്നല്ലോ. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഒരു രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ 1-2 നേതാക്കന്മാരോ ഒഴിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം നടത്തിക്കൊണ്ടിരുന്ന പ്രചരണം എന്തായിരുന്നു? ഞാൻ പറയുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് 1-2 നേതാക്കന്മാർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും CPM-ന് വേണ്ടിയിട്ടാണ് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. മാങ്കൂട്ടത്തിനെതിരെ എന്ന് പറഞ്ഞാൽ മാങ്കൂട്ടത്തിന്റെ വിഷയം CPM ആണല്ലോ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നത് ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതിന്റെ കുഴലൂത്തുകാരാവുകയായിരുന്നു പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇതിന്റെ ഒരു സീക്വൻസ് ശ്രദ്ധിച്ചോ? ആദ്യ പരാതി വരുന്നതിന് തൊട്ട് മുൻപ് ചില കേന്ദ്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു. ഒരു പ്രമുഖ യുവ നേതാവിനെതിരെ ആരോപണം ഉയരുന്നു. ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പേരുമില്ലാത്ത വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്ത അന്തരീക്ഷത്തിൽ നിറയുന്നു. പിന്നീട് നമ്മൾ കാണുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ മാങ്ങാത്തോട്ടം, മാങ്ങാണ്ടി സൂക്ഷിക്കുക, ഇങ്ങനെ ചില മുന്നറിയിപ്പുകൾ. വീണ്ടും 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നടി റിനി ആൻ ജോർജ് കൊച്ചിയിൽ വെച്ച് മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞങ്ങ് നിർത്തുന്നത്. അപ്പോൾ അതോടുകൂടി ഹൂ കെയേഴ്സ് മാങ്കൂട്ടമാണെന്നും മാങ്കൂട്ടത്തിലേക്ക് തിരിയുന്നു. പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ശബ്ദരേഖ പുറത്തു വരുന്നത്, വാട്സാപ്പ് ചാറ്റ് പുറത്തു വരുന്നത്. ഇതൊക്കെ നേരത്തെ കൈവശം വെച്ച് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അനുകൂല കാലാവസ്ഥ ഒരുക്കി ഈ ബോംബ് പൊട്ടിച്ച് അവിടെ നിർത്തി. പിന്നീട് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോൾ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തി. അപ്പോൾ ഇതൊരു എല്ലാം ആസൂത്രിതമെന്ന് വേണ്ട 100% അത് ഏറ്റവും സുസംഘടിതമായിരുന്നുവെന്നും അത് CPM ആണ് ചെയ്തത് എന്നുള്ള കാര്യം എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ ഒരു വ്യത്യാസം എന്താ? ഈ വിവാദത്തിൽ ഈ അജണ്ട നടപ്പിലാക്കാൻ ഉള്ള CPM-ന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടി പോരാടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വ്യത്യാസം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടം ധാർമ്മികമായി സദാചാരപരമായി നോക്കുമ്പോൾ തെറ്റ് ചെയ്തു.
സ്ത്രീകളുമായുള്ള ബന്ധം അയാൾ തന്നെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് അതായത് നമ്മളിതെല്ലാം പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ആള് പരിശുദ്ധനാണെന്നും വെള്ളരിപ്രാവാണെന്നും മാലാഖയാണെന്നും നമ്മൾ പറയുന്നില്ല. കാരണം അയാളിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് ആരോപിക്കാം, അതിലൊന്നും യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ, അയാളുടെ ഒരു വിഷയം വന്നു, അതിൽ മാതൃകാപരമായി കോൺഗ്രസ് ഒരു നിലപാടെടുത്തു, അയാളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഈ വിഷയം ഉയർന്നു വന്നത് ദുരുപദിഷ്ടവും ദുരുദ്ദേശപരവും അല്ലേ? അതെ. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഇത് ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ്സുകാരും പ്രതിപക്ഷ നേതാവും അവരൊക്കെ പറയേണ്ടത് എന്താണ്? രാഹുൽ മാങ്കൂട്ട് തെറ്റുകാരനാണ്, ആ തെറ്റിന് ഞങ്ങൾ ശിക്ഷ കൊടുത്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഇത് കൊണ്ടിരുന്നത് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന് കോൺഗ്രസിനും യു ഡി എഫിനെയും അടിക്കാനാണ് എന്നുള്ള നിലപാടല്ല യു ഡി എഫുകാരും കോൺഗ്രസ്സുകാരും എടുക്കേണ്ടത്. രാഷ്ട്രീയമായി എതിർക്കണമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമായിരുന്നു. സ്വയം രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ഇതേ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് ഭരണകൂടം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് അല്ല, അത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇയാൾക്കെതിരെ ഞങ്ങൾ മാതൃകാപരമായിട്ടുള്ള നിലപാടെടുത്തു, ഇയാൾ തെറ്റുകാരനാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അയാളെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അത് ദുരുദ്ദേശപരമാണെന്ന് പറയേണ്ട ആരാണ്? പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് അവിടെ പോയി ഇരുന്നിട്ട് പറഞ്ഞെന്താണ്? അത് ആൾക്കൂട്ടത്തിൻ്റെ ഇതൊന്നും കണ്ട് ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല, ആൾക്കൂട്ടം ജനം കടലിരമ്പി വന്നാലും ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഉയർത്തിക്കൊണ്ടുവന്ന CPM-ന്റെ നിലപാടുകളെ അയാൾ പൂർണ്ണമായും പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്? തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ നോക്കി, തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം VD സതീശൻ, K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ അവരൊക്കെ കൂടുതൽ സമയം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെലവഴിച്ചത് UDF-ന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനാണോ, അതോ CPM തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന 2 സംഭവങ്ങളും കൂടെ നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിധിന്യായത്തിൽ എന്താണ് വസ്തുത എന്നുള്ളതും കോടതി എന്താണ് പറഞ്ഞെന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തു. ഈ വിധിന്യായത്തിൽ ഇയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഒരു കാൽക്കാശിന് പോലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് തള്ളുകയാണ് സെഷൻസ് കോടതി ചെയ്തത് ഈ വിധിന്യായത്തെ. ആണല്ലോ, അത്രക്കുമില്ല. എന്നാൽ കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവായിട്ടുള്ള K മുരളീധരൻ പറഞ്ഞെന്താ? K മുരളീധരൻ വന്നിട്ട് പറയുകയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന്. അല്ല, KPCC പ്രസിഡന്റ് പറഞ്ഞു ഇതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് എന്ന് പറഞ്ഞ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണല്ലോ അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ ഉടനെ തന്നെ സതീശൻ കയറി വന്നിട്ട് എന്താ പറഞ്ഞത്? അത് അതിജീവിത വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടാണ് അത് ചെയ്തത്, അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പം ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം CPM അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കെട്ടിപ്പൊക്കി കൊണ്ടിരുന്ന കഥകൾക്ക് കൂടുതൽ ശക്തിയും കൂടുതൽ വെടിമരുന്നും അതിന് നൽകുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് പ്രധാനം. VD സതീശൻ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതാണ് പ്രധാനം. VD സതീശൻ ഒരു അഭിഭാഷകനല്ലേ? അയാൾ ഈ വിധിന്യായം കണ്ടിട്ടുണ്ടോ? അയാൾ ഈ വിധിന്യായം കാണുന്നതിന് പകരം CPM-ന് അയാൾ ഇപ്പോഴും ഊർജം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ വിധിന്യായം ഉയർത്തിക്കൊണ്ട് അയാൾ എന്താ പറയേണ്ടത്? അയാൾ പറയേണ്ടത് ഞങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടു, ഞങ്ങളെന്ന് പുറത്താക്കി, ഇപ്പോഴും തെറ്റുകാരനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, പക്ഷേ ഇത് കെട്ടിപ്പൊക്കിയ ഒരു സാധനമാണ് എന്നല്ലേ സതീശൻ പറയേണ്ടത്? അല്ല, അവിടെ അതിജീവിതയെ തള്ളിപ്പറയുന്നതിന് തുല്യമാകില്ലേ എന്നുള്ളൊരു ഭയം. അല്ല സ്വയമാനെ, ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ദൃശ്യമാധ്യമങ്ങളുടെ കാലമൊക്കെ പോയി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നില്ലെങ്കിൽ അത് വിപ്ലവമാവില്ല, അത് പുരോഗമനാവില്ല എന്ന കാലമൊക്കെ പോയി. അതിജീവിത ശരി പറയുമ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം. പക്ഷെ അതിജീവിത ഇപ്പോൾ ഇവിടെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന് എന്തിനാണ്? രാഷ്ട്രീയ കൂടാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ്, ദുരുദ്ദേശപരമായിട്ടാണ്, ദുരുപദിഷ്ഠിതമായിട്ടാണ്, CPM-ന് രാഷ്ട്രീയ ലാഭവും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെങ്കിൽ അയാളെ സ്ഥാനത്തിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ ആയുധം യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് പറയാൻ കാര്യം എന്താ? അയാളൊരു അഭിഭാഷകനാണ്, അയാൾക്ക് അതിന്റെ രാഷ്ട്രീയം മനസ്സിലായി. അപ്പോൾ ഇത്രയും വലിയൊരു രാഷ്ട്രീയ ആയുധം UDF-നും കോൺഗ്രസിനും ഈ കാര്യത്തിൽ കിട്ടിയിട്ടും അതിന് ഉള്ള നേട്ടം മുഴുവൻ CPM-ന്റെ കാൽക്കീഴിൽ വെക്കുന്ന ഗതികെട്ട ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്ക് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയം ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയൊരു ഗതികേട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.